സൂര്യഗ്രഹണമോ മഴക്കാർ മേഘങ്ങളുടെ സാന്നിധ്യമോ ഇല്ലാതെ പകൽ സമയത്ത് രാത്രി പോലെ അന്ധകാരം മൂടുന്ന ഒരു കാഴ്ച എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആകാശത്തിന്റെ നിറം മാറി നിൽക്കുന്ന കാഴ്ചയും ഉണ്ടാകും. ഒരു വലിപ്പമുള്ള ഉയർന്ന മല നിമിഷ നേരം കൊണ്ട് കത്തി നശിക്കുന്ന ഒരു കാഴ്ച എന്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കണ്ടു. ദൈവത്തിന്റെ മഹത്വത്തെയും തേജസ്സിനെയും ത്യജിച്ചു കളഞ്ഞ അമേരിക്ക എന്ന രാജ്യം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ യഹോവയുടെ കരം അവർക്ക് ഭാരമായി ഇറങ്ങും. കാടുകളിലും ദേശങ്ങളിലും വലിയ വലിയ കെട്ടിടങ്ങളിലും കാറുകളിലും തീ പടർന്ന് കത്തി അപകടങ്ങൾ സംഭവിക്കുകയും മനുഷ്യൻ മരണപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ വളരെ വലിയ തോതിൽ ഉണ്ടാകാൻ പോകുകയാണ്. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലെ തീപിടുത്തത്തിൽ മരണം 10 തീ ഇനിയും നിയന്ത്രിക്കാനായിട്ടില്ല. 1,80,000 പേരെ മാറ്റി താമസിപ്പിച്ചു. 1000-ഓളം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ തീ അതിവേഗം ആയിരക്കണക്കിന് ഏക്കർ ചാമ്പലാക്കുകയായിരുന്നു. കാറ്റും വരണ്ട കാലാവസ്ഥയും മൂലം തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഫലിച്ചു. ലോസ് ആഞ്ചലസിൽ അതിവേഗം പടരുന്ന കാട്ടുതീയിൽ താരങ്ങളുടെ അടക്കം ഒട്ടേറെ വീടുകൾ നശിച്ചു. തീയിൽപ്പെട്ട 5 പേർ മരിച്ചു. 1,37,000-ലേറെ പേരെ ഒഴിപ്പിച്ചു. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അഗ്നിബാധയുടെ തീവ്രത ബാധിത പ്രദേശങ്ങളെല്ലാം പട്ടാപ്പകൽ കനത്ത അന്ധകാരത്തിലാഴ്ത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇതേ തുടർന്ന് ലോസ് ആഞ്ചൽസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ലോസ് ആഞ്ചലസ് നേരിടുന്നത്. ലോസ് ആഞ്ചലസിലും സമീപ കൗണ്ടികളിലുമായി 6 ഇടങ്ങളിലാണ് തീ പടരുന്നത്. ഹോളിവുഡ് ഹിൽസിലെ സൺസെറ്റ് ഫയർ എന്ന് വിളിക്കപ്പെടുന്ന അഗ്നിബാധ മിനിറ്റുകൾക്കുള്ളിൽ ഇരട്ടിയായി 20 ഏക്കറിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ചുരുങ്ങിയത് 5 പേരെങ്കിലും മരണപ്പെട്ടതായാണ് വിവരങ്ങൾ. സിനിമാ താരങ്ങളടക്കം സെലിബ്രിറ്റികൾ താമസിക്കുന്ന പസഫിക് പാലിസൈഡ് പ്രദേശത്ത് 20 ഏക്കറിൽ ആരംഭിച്ച കാട്ടുതീ അതിവേഗം 3000 ഏക്കറിലേക്ക് പടർന്നു. As Los Angeles continues to burn, they're fighting over fire hydrants and debating whether they had enough water. ഹോളിവുഡ് ഹിൽസിലെ സൺസെറ്റ് ഫയർ എന്നറിയപ്പെടുന്ന തീപിടുത്തം നിമിഷങ്ങൾക്കുള്ളിലാണ് 20 ഏക്കറുകളിലേക്ക് വ്യാപിച്ചത്. അഗ്നിബാധയുടെ തീവ്രത ബാധിത പ്രദേശങ്ങളെല്ലാം പകലും കനത്ത ഇരുട്ടിൽ മൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.